وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. വയലുകൾക്കുന്ന കൂട്ടുകാരാ, മൈക്കുകൾ സംസാരിക്കുന്നുണ്ട് അല്ലേ, സ്പീക്കറുകൾ സംസാരിക്കുന്നുണ്ട് അല്ലേ, റോബോട്ടുകൾ സംസാരിക്കുന്നുണ്ട് അല്ലേ, AI സംവിധാനങ്ങൾ പലതും പുരോഗമിപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലേ, ജീവനില്ലാത്ത പല വസ്തുക്കളും നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് അല്ലേ. മനുഷ്യന്റെ നിർമ്മിതി കൊണ്ട് ഇങ്ങനെ പലതും മനുഷ്യൻ അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തല്ലല്ലോ നിന്റെ കൈകാലുകൾ സംസാരിക്കുന്ന ലോകം. അള്ളാന്റെ ഖുർആൻ എന്നോട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അതുവരെ സംസാരിച്ചിന്റെ നിന്റെ നാവുകളില്ലേ, ആ നാവുകൾക്ക് സീല് വെച്ചു പോയി. വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു പോയി. കൈകളതാ നിനക്കെതിരെ സംസാരിക്കുകയാണ്. നിന്റെ കാലുകൾ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുകയാണ്. എനിക്കെതിരെ നിനക്കെതിരെ സ്വന്തം ശരീരത്തിലുള്ള കാലുകൾ സാക്ഷി പറഞ്ഞിട്ട് പറയുന്നു, ഇവൻ എന്നെ കൊണ്ട് ഇങ്ങനെ ഈ കാലുകൊണ്ട് നടന്നിട്ട് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാ, ഈ കൈ കൊണ്ട് ഇന്ന ഹറാബ് പിടിച്ചിട്ടുണ്ട് അല്ലാ. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റായ കർമ്മങ്ങളെ കുറിച്ച് കൈകാലുകൾ സംസാരിക്കുന്നൊരു ലോകമുണ്ടല്ലോ. അത് പറയുമ്പോ നമുക്ക് തോന്നും അതൊക്കെ മരണത്തിന്റെ ശേഷമല്ലേ. വയത് കേൾക്കുന്ന കൂട്ടുകാരാ, എന്റെയും നിന്റെയും പ്രായത്തിലല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും ആ ഒരു ലോകത്തേക്ക് യാത്ര പോയിട്ടില്ലേ. അവരാരും അവരെ ഉമ്മന്റെ സമ്മതം ചോദിച്ചിട്ടില്ലേ. ആ ഉമ്മന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഡോക്ടർമാരൊരു സുമാറ് ഡേറ്റ് എഴുതി തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡോക്ടർ ഈ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കുട്ടിക്കും തിരിച്ചു പോകാൻ ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ എഴുതി തരാനില്ല. എഴുതി തന്നാലോ അത് പുലരണമെന്നില്ല. 3 ദിവസം കൊണ്ട് മരിച്ചു പോകൂന്ന് പറഞ്ഞൊരു ഉമ്മ 6 വർഷമായിട്ടും മരിച്ചിട്ടില്ല. അങ്ങനെ എത്ര അത്ഭുതങ്ങൾ നമുക്ക് പറയാനുണ്ട്, അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യരാകുന്ന നമ്മൾ മരിച്ചുപോയ പലരെ കുറിച്ചും പറയുമ്പോ നമ്മളെ വെപ്രാളം, പടച്ച റബ്ബേ അവന്റെ മകൾ എന്താകുമല്ലോ, അവന്റെ ഭാര്യ വിധവയാണല്ലോ അല്ലോ, അവന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലോ, അവന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ലല്ലോ അല്ലോ. മരിച്ചു എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിലൂടി വരുന്നത് അവന്റെ മക്കളെ കുറിച്ചാണ്, അവന്റെ വാപ്പനെ കുറിച്ചാണ്, ഭാര്യനെ കുറിച്ചാണ്. അവനില്ലാത്ത ലോകത്തവന്റെ വാപ്പക്കെന്ത് പ്രസക്തി, അവനില്ലാത്ത ലോകത്തവന്റെ മക്കൾക്കെന്ത് പ്രസക്തി, അവനില്ലാത്ത ലോകത്തവന്റെ ഉമ്മാക്കെന്ത് പ്രസക്തി. അതുകൊണ്ടാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ഒരാളും ഒരാളെയും ഓർമ്മിക്കാത്ത രംഗങ്ങളിൽ 3ഓളം ആഖിറത്തിന്റെ വേളകളിൽ ഒരാളും ഒരാളെയും ഓർമ്മിക്കൂല ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഹബീബായ നബിയേ, പ്രിയപ്പെട്ട ആയിഷാനെയും ഓർമ്മിക്കൂലേ നബിയേ? അപ്പയാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, ആയിഷ, 3ഓളം രംഗങ്ങൾ വരുന്ന സമയത്ത് ആദം സന്തതികൾ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കൂല. ആ ലോകത്തിന്റെ പേരാണ് ആഖിറം കേട്ടോ. ഒരാളും ഒരാളെ കുറിച്ചും ചിന്തിക്കാത്ത ലോകം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഖബറിൽ പോയ എത്ര ഉപ്പാപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. അല്ലാ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആരെങ്കിലും ഉമ്മ ബാപ്പമാര് സദസ്സിൽ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരെ ഖബറിൽ നീ സ്വർഗം നൽകണേ അല്ലാ, വിശാലത നൽകണേ അല്ലാ. വയല് കേൾക്കുന്ന ഉപ്പമാര്, വയല് കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാര്, ഒരു ബാപ്പയും മകനോട് ചോദിച്ചിട്ട് പോയിട്ടില്ല
പോയിട്ടില്ല. ഒരു മകനും ബാപ്പാനോട് ചോദിച്ചിട്ട് പോയിട്ടില്ല. ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന്റെ സമ്മതത്തിന് കാത്തി നിന്നിട്ടില്ല. ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മയ്യത്ത് കട്ടിൽ കയറിയിട്ട് ഇറങ്ങിപ്പോയ ഭർത്താവിന്റെ കാര്യത്തിൽ എവിടെയാണ് പോയത് ഞാനില്ലാത്തത് ചിന്തിച്ചിട്ട് അതേ എവിടെ പോയി എന്ന് ചിന്തിച്ചൊരു ഭാര്യയും ടെൻഷൻ അടിച്ചിട്ടില്ല. ഈ നിലയ്ക്ക് എന്നെയും നിങ്ങളെയും ഭർത്താവായോ ഭാര്യയായോ ബാപ്പയായോ മകനായോ ജ്യേഷ്ഠനായോ അനുജനായോ ഉസ്താദായോ ശിഷ്യനായോ പ്രഭാഷകനായോ അല്ല വയത് കേൾക്കുന്നവനായോ ഇങ്ങനെയൊക്കെ യാത്രയക്കപ്പെടാനുള്ളവരാ നമ്മൾ. ആ യാത്രയിലേക്ക് പോകാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോ എന്റെ പിറകില്